ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. ഇത് നോക്കിക്കേ, ഇത് നമ്മുടെ ചേട്ടായുടെ സ്ഥലത്ത് കൊണ്ട് നട്ടു വെച്ചിരിക്കുന്ന ഒരു മൾബറി ചെടിയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു തൈ നട്ടുപിടിപ്പിച്ച് കൊടുത്തതാണ്. നമ്മളിപ്പോൾ കൂടയിൽ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നില്ലേ, അതുപോലത്തെ ഒരു ചെറിയ തൈയായിരുന്നു. അതാണ് ഇപ്പോൾ ഇതുപോലെ വളർന്നിരിക്കുന്നത്. ഇത് നിറച്ച് കായുണ്ട്. ഇപ്പോൾ കായകൾ പഴുത്ത് തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഒരു സംശയം, മൾബറി നമ്മൾ കൊടുക്കുന്ന മൾബറി നട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു. അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു തൈ നട്ട് പിടിപ്പിച്ചതാണ്. നമുക്ക് നോക്കിക്കേ, നമുക്ക് നമ്മുടെ കൈ കൊണ്ട് പറിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിറച്ച് മൾബറിക്ക് ഉണ്ടായിരിക്കുന്നത്. കണ്ടോ? അത് മാത്രമല്ല, അത്യാവശ്യത്തിന് വലിപ്പമുള്ള മൾബറിക്കയാണ് കാണുന്നത്. മൾബറിക്കയായിട്ട് പറിച്ച് കഴിക്കാൻ സാധിക്കും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒന്നാണ് മൾബറിക്ക. അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് ഇത് പറിച്ചെടുത്താൽ. കാരണം നമുക്ക് പറിച്ച് കഴിച്ച് തീരില്ല. അതുപോലെ തന്നെ നമുക്ക് ജ്യൂസിന് വേണ്ടി സെറുപ്പാക്കിയൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ടി വരും. അതുപോലെ ഒരു 4 മൾബറി ചെടി അങ്ങ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പറിച്ച് മടുക്കുക മാത്രമല്ല, അതുപോലെ മൾബറി ഉണ്ടാവും. പക്ഷെ നമ്മൾ നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടുക. അന്നേരമാണ് ഇതുപോലെ ഉണ്ടാവുന്നത്. നോക്കിക്കേ, ഇവിടെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ്. വേറെ ഒന്നിൻ്റെ ഷെയ്ഡൊന്നുമില്ല. അതുകൊണ്ട് നിറച്ച് കാച്ചിരിക്കുവാണ്. ഇതിപ്പോൾ പഴുത്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ കായായി തുടങ്ങുന്നുള്ളൂ. ഇപ്പോൾ ചില സ്ഥലത്തേക്കൊക്കെ പക്ഷിയുടെയൊക്കെ ഒത്തിരി ശല്യം ഉണ്ടെങ്കിൽ ഒരു നെറ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മുടെ കൈ കൊണ്ട് പറിക്കുന്ന രീതിയിലാണല്ലോ മൾബറിക്ക് കിട്ടുന്നത്. ഈ കാട്ടു മൾബറിയൊക്കെയാണ് ഒത്തിരി പൊങ്ങിപ്പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ കായെല്ലാം കഴിയുമ്പോൾ ഒന്ന് വെട്ടി അങ്ങ് വിടുവാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് പറിക്കാൻ സാധിക്കും. കായെല്ലാം കഴിയുമ്പോൾ അങ്ങ് വെട്ടി അങ്ങ് വിട്ടേക്കുക. നമ്മുടെ വീട്ടിൽ മറ്റുള്ള ചെടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു വളം ഇതിന് കൊടുത്താൽ മതി. ഇതിപ്പോൾ ചാണകമാണ്, ചാണകപ്പൊടി, ഉണക്ക ചാണകപ്പൊടി ലാസ്റ്റ് ഇട്ട് കൊടുത്തേക്കുന്നത്. കുട്ടികൾക്ക് കൈ എത്തുന്ന രീതിയിലായതുകൊണ്ട് അവർക്ക് തന്നെ വന്ന് പറിച്ച് കഴിക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ മൾബറിക്കപ്പഴം തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ പറിച്ചെടുത്തപ്പോൾ നോക്കിക്കേ, ഇത്രയും നമുക്ക് മൾബറിക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചുമ്മാ കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കാം. ഇതുപോലെ തന്നെ നമ്മൾ വേറെയും മൾബറി ഇവിടെ നട്ടിട്ടുണ്ട്. അതും കാണിച്ചു തരാം. അതിൻ്റെ പൊക്കം കൂടി നിങ്ങളൊന്ന് കണ്ടോ. ഇത് നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഇവിടെ നട്ടിരിക്കുന്ന മറ്റൊരു മൾബറി. അന്ന് 3 തൈയാണ് ഇവിടെ കൊണ്ടുവന്നത്. 3 തൈയും 3 കൂടയിലുള്ള 3 തൈയും ഇവിടെ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ തന്നെയാണ് നട്ടുപിടിപ്പിച്ച് കൊടുത്തത്. ഇപ്പോൾ പറയും ഇത്രയും മൾബറിക്ക് ഇതിനകത്ത് ഉണ്ടാവുമെന്ന് ഇവർ ചോദിക്കാറുണ്ട്. കാരണം അത് മാത്രം കായ്ക്കുന്നത്. ഇത് പക്ഷേ പഴുത്ത് തുടങ്ങിയിട്ടില്ല, പച്ച കളറായി വരുന്നുള്ളൂ. നോക്കിക്കേ, കരിയും പച്ച എന്ന് പറയും, പതുക്കെ തുടങ്ങുന്നുള്ളൂ. രണ്ട് സമയത്ത്. അപ്പോൾ ആ മൾബറിക്ക് കഴിയുമ്പോഴേക്കും ഇതിനകത്ത് നിറച്ച് മൾബറിക്ക് ആയിക്കോളൂ. അപ്പോൾ അതുപോലെ തന്നെ തൈ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. ഞാൻ ചെയ്യുന്നത് മൾബറിയുടെ ഒരു കമ്പ് ഇതുപോലെ വെട്ടിയെടുക്കും. എന്നിട്ട് ഇതിനെ നമ്മൾ 3 ആക്കി എടുക്കും. 1, ഇത് നമ്മളൊരു കൂട്ടിനകത്തേക്ക് കുറച്ച് മണ്ണ് നിറച്ചിട്ട് അതിനകത്തേക്ക് കുത്തിപ്പിടിപ്പിച്ച് വേര് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൊറിയറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൾബറി ചെടി ഇല്ലാത്തവർ എല്ലാവരും മൾബറി ചെടി നട്ടു വളർത്തുക. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് മൾബറിക്കായിട്ടും അതുപോലെ ജ്യൂസായിട്ടും ഒക്കെ നമുക്ക് കുടിക്കാൻ സാധിക്കണം. ഒത്തിരി നല്ലതാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി കൊടുക്കാൻ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ്. വേറെ കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ തന്നെ ധാരാളം മൾബറിക്ക് നമുക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല, ഇത് നോക്കിക്കേ, നമ്മൾ 2 മൾബറിയും കണ്ടതാണല്ലേ ഇവിടെ. നമുക്ക് ചോട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ മൾബറിക്ക് പറിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.